2000 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, 20 FIRകൾ ഇതിൻ്റെ പേരിൽ എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സത്യാവസ്ഥ എന്താണ്? ഇത്തരത്തിൽ ഒരു പ്രശ്നം വെറുതെ അങ്ങ് ഉണ്ടായതൊന്നുമല്ല. ഇപ്പോൾ ഈ പറയുന്ന ആളുകൾ ചില സുഡാപ്പി ചാനലുകളിലൊക്കെ ഇരുന്ന് പറയും യോഗി മുഹമ്മദിനെ സ്നേഹിക്കാൻ സമ്മതിക്കുന്നില്ല, അടപ്പുകൂട്ടി ചർച്ചകളിലൊക്കെ പറയും മുഹമ്മദിനെ സ്നേഹിക്കാൻ സമ്മതിക്കുന്നില്ല, ഇത് മതഭീകരതയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം ഈ ഒരു ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇവർ ഇറങ്ങുന്നു, പോലീസുകാരെ അതിഭീകരമായിട്ട് മർദ്ദിക്കുന്നുണ്ട്, പോലീസുകാരുടെ വസ്ത്രമൊക്കെ വലിച്ചു കീറി നടുറോട്ടിലിട്ട് അവരെ ചവിട്ടിക്കൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ഈ അടപ്പുകൂട്ടി ചർച്ചക്കാർ ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ ഇവരുടെ ചർച്ചയിൽ പറയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മോദിക്കെതിരെ, പുഷ്കർ സിംഗ് ധാമിക്കെതിരെ, ഹിമന്ത ബിശ്വ ശർമ്മക്കെതിരെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇവരൊക്കെ നല്ല ആർജവമുള്ള മുഖ്യമന്ത്രിമാരാണ്. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ അസമിൽ നമുക്കറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.